വിവാഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് വലിയനും അതേപോലെ തന്നെ വരനും മറ്റുള്ള ആളുകളെ ആ വിഷയത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റുമോ, പാടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ രീതി എന്താണ്? ഈ ഒരു ചോദ്യം പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ, സാഹചര്യത്തിൽ കൊറോണയും മറ്റു പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് യാത്രയുടെ പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാഹത്തിന് അതല്ലെങ്കിൽ നിക്കാഹിന് ഡേറ്റ് ഉറപ്പിച്ചു, ഒന്നുകിൽ വലിയ വിദേശത്തായിരിക്കും, അതല്ലെങ്കിൽ വരൻ വിദേശത്തായിരിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ രണ്ട് രീതികളാണ്. ഒന്ന്, ഓൺലൈനിലൂടെ തന്നെ നേർക്ക് നേരെ വിവാഹം നടത്താവുന്ന രീതിയുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം വളരെ പണ്ട് മുതൽക്കേ തന്നെ അംഗീകരിച്ചിട്ടുള്ള വക്കാലത്ത് നൽകിക്കൊണ്ടുള്ള വിവാഹം നടത്തുന്ന രീതി, ഈ രണ്ട് രീതിയുമുണ്ട്. അതിലിവിടെ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വക്കാലത്ത് നൽകുക. ഉദാഹരണത്തിന് വരൻ തനിക്ക് വേണ്ടി ഒരു വലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകളെ ഏറ്റെടുക്കാൻ ഒരാൾക്ക് വക്കാലത്ത് നൽകുക, തനിക്ക് വേണ്ടി അത് ഏറ്റെടുക്കാൻ, ആ വിവാഹ കരാറ് ഏറ്റെടുക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വക്കാലത്ത് നൽകുക. അതല്ലെങ്കിൽ പിതാവ്, അതല്ലെങ്കിൽ വലിയ ആരാണോ ആ വലിയ തൻ്റെ വിലായത്തിലുള്ള അഥവാ തൻ്റെ കീഴിലുള്ള മകളാവാം പെങ്ങളാവാം ആരുമാകട്ടെ, അവളെ മറ്റൊരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇപ്രകാരം വക്കാലത്ത് ഏൽപ്പിക്കാൻ, വലിയന് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ വരന് വിവാഹ കരാർ ഏറ്റെടുക്കാൻ മറ്റൊരാളെ വക്കാലത്ത് അഥവാ ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ ഇസ്ലാമിൽ അനുവാദമുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അൽഹംദുലില്ലാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ മദ്ഹബിൻ്റെ 4 ഇമാമിയങ്ങളും 4 മദ്ഹബുകാരും ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞൊരു വിഷയമാണിത്. വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഇതേപോലെ വലിയനോ വരനോ വക്കാലത്ത് നൽകാവുന്നതാകുന്നു, അത് അനുവദനീയമാകുന്നു. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഗ്നി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വയജൂസു തൗക്കീലു ഫി അഖ്ദി നിക്കാഹി ഫിൽ ഈജാബി വൽ ഖബൂൽ لأن النبي صلى الله عليه وسلم وكل عمرو بن أمية وأبا رافع في قبول النكاح له. നിക്കാഹിൻ്റെ വിഷയത്തിൽ ഈജാബിലും ഖുബൂലിലും, ഈജാബ് എന്ന് പറഞ്ഞാൽ വലിയ പറയുന്നതാണ്, എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിനാണ് ഈജാബ് എന്ന് പറയുന്നത്. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരൻ പറയുന്നതിനാണ് ഖബൂൽ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ വക്കാലത്ത് ഏൽപ്പിക്കുക എന്നത് അനുവദനീയമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി തന്നെ 2 സ്വഹാബികളെ വക്കാലത്ത് ഏൽപ്പിച്ചതായി അംർ ഇബ്നു ഉമയ്യ അതേപോലെ തന്നെ അബൂ റാഫി ഇവരെ ഏൽപ്പിച്ചതായി കാണാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലി അന്നൽ ഹാജത തദ്ഉ ഇലൈ ഫഇന്നഹു റബ്ബമ ഇഹ്താജ ഇല തസവ്വുജ് മിൻ മകാനിൻ ബഈദ് ലാ യുംകിനുഹു സഫറു ഇലൈ ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ ഉമ്മ ഹബീബ വഹിയ യൗമൈദിൻ ബി അർദിൽ ഹബശ. കാരണം ചില സന്ദർഭത്തിൽ ഇങ്ങനെ വക്കാലത്ത് ഏൽപ്പിക്കേണ്ടെന്ന് ആവശ്യം വരും. വലിയ നിൽക്കുന്ന അതല്ലെങ്കിൽ വരൻ നിൽക്കുന്ന സ്ഥലം വളരെ വിദൂരമായിരിക്കും, യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വക്കാലത്ത് ഏൽപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത് അങ്ങനെയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ആ സമയത്ത് അബസീനിയയിലായിരുന്നു, പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വക്കാലത്തിലൂടെയാണ് ആ വിവാഹം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ തെളിവിൻ്റെ പിൻബലത്തിൽ ഫുഖഹാക്കൾ ഏകോപിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് നിക്കാഹിൻ്റെ വിഷയത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ വലിയാകട്ടെ വരനാകട്ടെ ആ വക്കാലത്ത് ഏൽപ്പിക്കുന്ന വ്യക്തി അതിന് യോഗ്യനായിരിക്കണം, മുസ്ലിമായിരിക്കണം, പ്രായപൂർത്തിയായ ബുദ്ധിശക്തിയുള്ള ആളായിരിക്കണം, അതേപോലെ തന്നെ വിശ്വസ്തനായ ആ കാര്യം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്ന, അതിന് സലാഹിയത്തുള്ള, അതിന് അനുയോജ്യനായ ഒരാളെയായിരിക്കണം വക്കാലത്ത് നൽകേണ്ടത്, അങ്ങനെ വക്കീലായി ഏൽപ്പിക്കേണ്ടത് എന്നത് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ അവർ വിവാഹത്തിൻ്റെ കരാറിൻ്റെ സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടത്? നമുക്കറിയാം, ഇസ്ലാമിലെ ഒരു വിവാഹ കരാറ് അത് പൂർത്തിയാകുന്നത്
3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിലുണ്ടാകുമ്പോഴാണ്. ഒന്ന്, വലിയ തൻ്റെ വിലായത്തിലുള്ള തൻ്റെ കീഴിലുള്ള പെൺകുട്ടിയെ, മകളെ, സഹോദരിയെ, ആരുമാകട്ടെ അവരെ, തൻ്റെ വിലായത്തിന് കീഴിലുള്ള അവരെ ഞാനിതാ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വലിയ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയലാണ്, കൃത്യമായത് ഏറ്റെടുക്കലാണ്. അത് ഏറ്റെടുക്കൽ നടക്കണം, എങ്കിലേ വിവാഹം നടക്കുകയുള്ളൂ. അതോടൊപ്പം വിശ്വസ്തരായ 2 സാക്ഷികൾ ഇതിന് സാക്ഷികളായി ഉണ്ടാവുകയും വേണം. ഈ രൂപത്തിലാണ് ഇസ്ലാമിലെ വിവാഹ കരാർ എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഈജാബും ഖബൂലും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയലും ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയലും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ആ പറയുന്നതിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണത്? നമുക്ക് നോക്കാം. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇദാ കാനൽ വലിയ്യു ലഹു വക്കീലുൻ മാ യഖൂലുൽ വക്കീൽ. ഒരു വലിയിന് ഒരു വക്കീലുണ്ട്, അഥവാ വക്കീലിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ഈ വക്കീൽ, വക്കാലത്ത് നൽകപ്പെട്ട ആൾ എന്താണ് പറയേണ്ടത്? മസലൻ, ഉദാഹരണത്തിന് അയാൾ ഇങ്ങനെയാണോ പറയേണ്ടത്? സവ്വജ്തുക ബിൻതി, എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നാണോ പറയേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. പിന്നെയോ, ബൽ യുബയ്യിനു അന്നഹു വക്കീലുൻ, ആ വ്യക്തി വ്യക്തമാക്കണമെന്ത്? ഞാൻ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, ഇന്ന ആൾ എന്നെ വക്കാലത്ത് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫയഖൂൽ, ആ വ്യക്തി പറയേണ്ടത് എന്താണ്? സവ്വജ്തുക ബിൻത മുവക്കിലി ഫുലാൻ വഹിയ ഫുലാന ബിൻതു ഫുലാൻ, ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നത് എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച ഇന്ന വ്യക്തിക്ക് വേണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ഇന്ന മകളെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നിങ്ങനെ ആരാണോ തന്നെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുള്ളത് ആ വ്യക്തിയെ വ്യക്തമാക്കുകയും ആ വ്യക്തി വക്കാലത്ത് ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഒരു വക്കീൽ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് അവിടെ വ്യക്തമായി പറയണം. അതല്ലാതെ എൻ്റെ മകൾ എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ ഇന്ന ആളുടെ മകളെ എന്ന് പോലും പറയരുത്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ മറ്റൊരാൾക്ക് അധികാരമില്ല. പിന്നെ എന്ത് പറയണം? എന്നെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വക്കാലത്തേൽപ്പിച്ച വ്യക്തിയുടെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് കൃത്യമായി പറയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഔ സവ്വജ്തുക ബിൽ വക്കാല ബിൻത ഫുലാൻ ഇബ്നു ഫുലാൻ, വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന പെൺകുട്ടിയെ, ഇന്ന ആളുടെ മകളെ വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് വ്യക്തമായി അവിടെ പറയേണ്ടതുണ്ട്. എന്താണ് അവിടെ കാരണമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ ആരെയെങ്കിലും വക്കീലായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച ആൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഇത് വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ആശയം സൂചിപ്പിക്കുന്ന ഒരു പദം അവിടെ ഉണ്ടാകണം. അതിന് ഇന്ന പദം എന്നില്ല, പക്ഷേ അതിൽ നിന്ന് ലഭിക്കേണ്ട ആശയം ഇതാണ്: ഞാൻ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു വക്കീൽ മാത്രമാണ്, ഇന്ന ആളാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള മകളെയാണ് അതല്ലെങ്കിൽ പെങ്ങളെയാണ് വിവാഹം ചെയ്തു തന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ വരനും തനിക്ക് പകരമായി വിവാഹ കരാർ ഏറ്റെടുക്കാൻ മറ്റൊരാളെ വക്കീലായി നിശ്ചയിക്കാവുന്നതാകുന്നു. ഷെയ്ഖ് ഇബ്നു ജുബ്രീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അദ്ദേഹം പറയുന്നു, ഫയസിഹു ലിസ്സൗജി അൻ യുവക്കിൽ വകദാലികൽ വലി فإذا كان الزوج بعيدا أرسل لك وكالة وقال أنت وكيلي في تزوج بنت فلان فتحضر أنت فيقول ولي البنت زوجت موكلك فلانا ابنتي. ഭർത്താവ് അതല്ലെങ്കിൽ വരൻ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു, നീ എൻ്റെ വിവാഹ കരാർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വക്കാലത്ത് നൽകി. എങ്കിൽ വലിയ എന്താണ് പറയേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നല്ല പറയേണ്ടത്, മറിച്ച് അവിടെ ശ്രദ്ധിക്കണം. എന്താ പറയേണ്ടത്? സവ്വജ്തു മുവക്കിലക്, നിന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. താങ്കളെ ആരാണോ വക്കാലത്ത് ഏൽപ്പിച്ചത് ആ വ്യക്തിക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു.
അപ്പോൾ ഇത് സ്വീകരിക്കുന്ന വക്കീലും പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വരൻ്റെ വക്കാലത്ത് ഏറ്റെടുത്ത ആളാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറയാൻ പാടില്ല. പിന്നെന്താണ് പറയേണ്ടത്? ഖബിൽ തുഹാലി മുവക്കലി ഫുലാൻ, എന്നെ ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇത് സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി എന്നല്ല, എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തി ആരാണോ അയാൾക്ക് വേണ്ടി ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ വലിയ കൃത്യമായി പറയണം. വക്കീലാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ, വരനല്ല, അദ്ദേഹം വക്കാലത്തേൽപ്പിച്ച വ്യക്തിയാണെങ്കിൽ കൃത്യമായി പറയണം. എന്താണ്? നിങ്ങളെ വക്കാലത്തേൽപ്പിച്ച വ്യക്തിക്ക് അതവിടെ ആരാണ് എന്നൊക്കെ കൃത്യമായി ഒരു ധാരണയുണ്ടാകണം. അത് ഡോക്യുമെൻറ്റുകളിൽ എഴുതുകയാണെങ്കിൽ കൃത്യമായി എഴുതിയിരിക്കണം. അതാരാണ് എന്ന് വ്യക്തമായിരിക്കണം. അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് താങ്കളെ വക്കാലത്ത് ഏൽപ്പിച്ച ഇന്ന വ്യക്തിക്ക് അത് സൂചിപ്പിച്ചുകൊണ്ട് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് വലിയ പറയേണ്ടത്. ഏറ്റെടുക്കുന്ന വക്കീലും പറയേണ്ടത് എന്താണ്? എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നു, ഇങ്ങനെയാണ് പറയേണ്ടത്. അതല്ലാത്ത വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കി, വക്കാലത്ത് ഏൽപ്പിക്കൽ അനുവദനീയമാണ്. വരന് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം, അതേപോലെ തന്നെ വലിയന് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. ശരി, എങ്കിൽ വലിയ വക്കീലിനോട് എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ സഹോദരൻ, പക്ഷേ മുന്നിലിരിക്കുന്നത് വക്കീലാണ്, വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. എന്താണ് പറയേണ്ടത്? നിന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. താങ്കളെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിക്ക്, ആ വ്യക്തി ആരാണ് എന്നുള്ളതൊക്കെ സൂചിപ്പിക്കണം. എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് കൃത്യമായി പറയുക. ഇനി വക്കീൽ വലിയനോട് എന്താണ് പറയേണ്ടത്? ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ല, ശ്രദ്ധിക്കുക. എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. ഇനി വക്കീലാണ് എങ്കിലോ, അഥവാ വലിയ ഏൽപ്പിച്ച വക്കാലത്തുള്ള വക്കീലാണ് വരനോട് പറയുന്നതെങ്കിലോ എന്താ പറയേണ്ടത്? എൻ്റെ മകളെ എന്നല്ല, പിന്നെ എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിയുടെ മകളെ, അതല്ലെങ്കിൽ സഹോദരിയെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, അങ്ങനെയാണ് വക്കീൽ വരനോട് പറയേണ്ടത്. ഇനി വരൻ വക്കീലിനോട് പറയേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ മുന്നിലിരിക്കുന്നത് വലിയല്ല, വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ പറയേണ്ടത്, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ്. എന്നാലും ഇന്ന വ്യക്തിയുടെ മകളെ വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞാൽ കുറച്ചുകൂടി ഖൈറാണ്. ഇങ്ങനെ ഈ 4 ഭാഗങ്ങളും കൃത്യമായി, അഥവാ വക്കീല്, അതേപോലെ തന്നെ വരൻ്റെ വക്കീലാണെങ്കിൽ വലിയൻ്റെ വക്കീലാണെങ്കിലൊക്കെ പറയുന്നതിലുള്ള ഈ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ഇസ്ലാമിൽ നിക്കാഹിൻ്റെ കരാർ അത് അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വരൻ വക്കാലത്ത് കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്? ഉദാഹരണത്തിന് വരൻ ഗൾഫിലാണ്, നാട്ടിൽ തൻ്റെ ഏറ്റവും അടുത്ത ആളുകളെ ആ വിവാഹ കരാർ ഏറ്റെടുക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി വിവാഹം ഏറ്റെടുക്കാൻ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ എന്താണ് എഴുതേണ്ടത്? വളരെ സിമ്പിളാണ്. പക്ഷേ ഓരോ ആളുകളുടെയും പേരും അഡ്രസ്സും ഒക്കെ കൃത്യമായിരിക്കണമെന്ന് മാത്രം. എന്താണത്? ഇന്ന ആളുടെ മകളുമായുള്ള എൻ്റെ വിവാഹ കരാർ ഏറ്റെടുക്കാൻ ഞാൻ താങ്കളെ, അതല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ വക്കീലായി നിശ്ചയിച്ചിരിക്കുന്നു. കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം, ആളുകളൊക്കെ കൃത്യമായ അഡ്രസ്സ് ഉള്ളവരായിരിക്കണം. ഇന്ന ആളുടെ മകളുമായിട്ടുള്ള എൻ്റെ വിവാഹ കരാർ, എൻ്റെ വിവാഹം എന്നുള്ളത് അവിടെ കൃത്യമായിരിക്കണം, ആരുടെയെങ്കിലുമല്ല. ഞാൻ ആ മകളെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ കരാർ ഏറ്റെടുക്കാൻ, അവളെയല്ല, ആ കരാർ ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളെ, അതല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ വക്കീലായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കലാണ്. കൃത്യമായ രേഖാമൂലമോ അതല്ലെങ്കിൽ വിശ്വസ്തമായ മറ്റു മാർഗത്തിലൂടെയോ ആണ് അത് വ്യക്തമാക്കേണ്ടത്. അതേപോലെ തന്നെ വലിയ വക്കാലത്ത് കൊടുക്കുമ്പോൾ എന്താണ് വ്യക്തമാക്കേണ്ടത്? എൻ്റെ മകളെ, അതല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ, ആരാണോ അത് കൃത്യമായി വ്യക്തമാക്കണം. ഇന്ന വ്യക്തിക്ക്, അതും ആരാണ് എന്ന് വ്യക്തമാക്കണം. വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ ഇന്നയാളെ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മകളെ, അതല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ ഇന്നാലിന്ന വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്
കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. വക്കാലത്ത് ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തികൾ മുസ്ലിമീങ്ങളായിരിക്കണം, ബുദ്ധിയുള്ളവരും അതിന് യോഗ്യരുമായിരിക്കണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിലക്കുള്ള വക്കാലത്ത് ഏൽപ്പിക്കൽ ജായിസാണ്. ഒരുപാട് ആശ്വാസം നൽകുന്ന മതമാണ് ഇസ്ലാം മതം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്ലാമിൻ്റെ വൈവാഹിക രംഗത്തുള്ള ലാളിത്യമാണ് നമുക്കിതേപോലെയുള്ള നിയമങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ അവൻ്റെ മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.